ഹലോ ഗൈസ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒമാൻ പിയേഴ്സൺ വ്യൂ ഫിസിയോതെറാപ്പി എക്സാമിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്തു. അതിൽ 12% ക്വസ്റ്റ്യൻ മസ്കുലോസ്കെൽറ്റൽ ആൻഡ് റീഹാബിലിറ്റേഷൻ പാർട്ട് എന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മസ്കുലോസ്കെൽറ്റൽ ആൻഡ് റീഹാബിലിറ്റേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം ആൻഡ് റൊട്ടേറ്റർ കഫ് ഡിസോർഡേഴ്സ്. ഇതുവരെ എക്സാം എഴുതിയ ആളുകളൊക്കെ പറഞ്ഞാണ്, റിപ്പീറ്റഡായിട്ട് വന്നൊരു ക്വസ്റ്റ്യനായിട്ട് കണ്ടതാണ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് ആൻഡ് സിൻഡ്രോം ആൻഡ് റൊട്ടേറ്റർ കഫ് ഡിസോർഡർ. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സബക്രോമിയൽ സ്പേസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. സബക്രോമിയൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഷോൾഡർ ജോയിൻറ്റിൽ ഈ കാണുന്ന ഒരു ഭാഗം, അതായത് നമ്മളുടെ കൊറാക്കോ അക്രോമിയൽ ആർച്ചിൻ്റെയും നമ്മളുടെ ഗ്ലിനോഹ്യൂമറൽ ജോയിൻറ്റിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്പേസാണ് നമ്മൾ സബക്രോമിയൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രത്തിൽ കാണും പോലെ ഈ സ്പേസ് കൂടെയാണ് നമ്മൾ റൊട്ടേറ്റർ കഫിൽ ഒന്നായിട്ടുള്ള സുപ്രാസ്പൈനേറ്റസിൻ്റെ ടെൻഡൻ കടന്നു പോകുന്നത്. ഈ പറയുന്ന സ്പേസ് കൂടെയാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരു കണ്ടൻറ്റ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളുടെ സബക്രോമിയൽ ബേഴ്സയാണ്. അതായത് അക്രോമിയൻ്റെ താഴെ വരുന്നൊരു ബേഴ്സ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടൻ്റാണ് അതിൻ്റെ ഈ പറയുന്ന സബക്രോമിയൽ സ്പേസ് കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് ഈ കണ്ടൻറ്റ് കംപ്രസ്ഡ് ആവുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സബക്രോമിയൽ സ്പേസിൽ ഈ പറയുന്ന കണ്ടൻറ്റ്, ഇപ്പോൾ എന്തൊക്കെയാണ് അതിൽ കൂടെ പോകുന്ന കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് റൊട്ടേറ്റർ കഫിൽ ഒന്നായിട്ടുള്ള സുപ്രാസ്പൈനേറ്റസ് ടെൻഡനും പിന്നെ സബക്രോമിയൽ ബേഴ്സയാണ്. ഓക്കെ, ഇത് ഈ സ്പേസിൽ കംപ്രസ്ഡ് ആവുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം, it is the compression of the rotator cuff tendons, especially the supraspinatus tendon and or the subacromial bursa beneath the coracoacromial arch during arm elevation. ഓക്കെ, അത് മെയിനായിട്ട് ഓവർ ഹെഡ് ആക്ടിവിറ്റിയിലാണ് ഈ ഒരു കംപ്രഷൻ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആരാണ് അതിൽ പ്രധാനപ്പെട്ട ആൾ, അത് നമ്മളെ സുപ്രാസ്പൈനേറ്റസ് ടെൻഡനാണ്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സുപ്രാസ്പൈനേറ്റസ് ടെൻഡൻ പിന്നെ സബക്രോമിയൽ ബേഴ്സ. അപ്പോൾ ഇത് വളരെ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഷോൾഡർ പെയിൻ ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഷോൾഡർ പെയിൻ ആണ്. പിന്നെ നമ്മുടെ ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി പിയേഴ്സൺ വ്യൂ എക്സാമിനേഷനിൽ ഫ്രീക്വൻ്റ്ലി വരുന്നൊരു ക്വസ്റ്റ്യനും കൂടെയാണ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത കാര്യം, ഈ ഒരു പിക്ചർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെയിം പിക്ചർ ഇതാ ഇവിടെ കൊറാക്കോ അക്രോമിയൽ ആർച്ചിൻ്റെ അടിയിൽ വരുന്ന സ്പേസാണ്. ഗ്ലിനോഹ്യൂമറൽ ജോയിൻ്റെയും കൊറാക്കോ അക്രോമിയൽ ആർച്ചിൻ്റെയും അടിയിൽ വരുന്ന സ്പേസ്. അവിടെ സുപ്രാസ്പൈനേറ്റസും നമ്മളെ ബേഴ്സയും കംപ്രസ്ഡ് ആവുന്നൊരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. സോ ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ദ റൊട്ടേറ്റർ കഫ് മസിൽ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 4 മസിലാണ്. ഓക്കെ, സിറ്റ്സ് എന്ന് ഓർത്താൽ മതി. SITS, സിറ്റ്സ്, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 4 റൊട്ടേറ്റർ കഫ് മസിൽ ഏതൊക്കെയാണ്? സുപ്രാസ്പൈനേറ്റസ്, ഇൻഫ്രാസ്പൈനേറ്റസ്, ടെറിസ് മൈനർ, സബ്സ്കാപ്പുലാരിസ്. അപ്പോൾ ഒരു എക്സാം പോയിൻ്റ് നമുക്ക് കിട്ടുകയാണ്. റൊട്ടേറ്റർ കഫിൽ വാട്ട് ആർ ദ റൊട്ടേറ്റർ കഫ് മസിൽ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി SITS, സിറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതിൽ സുപ്രാസ്പൈനേറ്റസിൻ്റെ ആക്ഷൻ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. അതും പലപ്പോഴും എക്സാമിന് വരുന്നൊരു ഇൻഡയറക്റ്റൊക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതായത് അതിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ അബ്ഡക്ഷത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് 0 to 15 ഡിഗ്രി ഇനീഷ്യൽ ഷോൾഡർ അബ്ഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിലാണ് നമ്മളുടെ ഈ പറയുന്ന സുപ്രാസ്പൈനേറ്റസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്രാസ്പൈനേറ്റസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റൊട്ടേഷനാണ്, എല്ലാവർക്കും അറിയുന്നതാണ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ദെൻ ടെറിസ് മൈനർ ആണെങ്കിൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ, സബ്സ്കാപ്പുലാരിസ് ആണ് ഇൻറ്റേർണൽ റൊട്ടേഷൻ. അപ്പോൾ അതാ എക്സാമിന് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു പോയിൻ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ പോയിൻ്റ്?
Supraspinatus is the most commonly affected tendon in shoulder impingement syndrome. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പോയിൻ്റ് ഓർത്ത് വെക്കുക, സുപ്രാസ്പൈനേറ്റസിനെ കുറിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ റൊട്ടേറ്റർ കഫ് മസിൽസ്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മൾ റൊട്ടേറ്റർ കഫ് മസിൽ എന്ന് പറയുന്നത്. സുപ്രാസ്പൈനേറ്റസ് ഉണ്ട്, ദെൻ സുപ്രാസ്പൈനേറ്റസ് ഉണ്ട്, പിന്നെ ഇൻഫ്രാസ്പൈനേറ്റസ് ഉണ്ട്, ദെൻ ടെറിസ് മൈനേഴ്സ് ഉണ്ട്, സബ്സ്കാപ്പുലാരിസ് ഇതിൽ കാണൂല. ഓക്കെ, so these are the 4 rotator cuff muscle. And what are the causes and risk factor of shoulder impingement syndrome? ഇതിൽ പ്രൈമറി കോസസും ഉണ്ട്, സെക്കൻഡറി കോസസും ഉണ്ട്. പ്രൈമറി കോസസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഷേപ്പ് ഓഫ് ദി അക്രോമിയോണാണ്. അപ്പോൾ അക്രോമിയോണിൻ്റെ ഷേപ്പ് പലരിലും ഡിഫറെൻ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ, എല്ലാവരിലും ഒരേപോലെ ആയിക്കോളണമെന്നില്ല. ചിലരിൽ 12% ആളുകളിൽ ഒരു ഫ്ലാറ്റ് ഷേപ്പിലാണ് അക്രോമിയം കാണുക. ഓക്കെ, ചില ആളുകളിൽ അത് കർവ്ഡ് ഷേപ്പായിരിക്കാം, ചില ആളുകൾ അത് ഹുക്ക്ഡ് ഷേപ്പായിരിക്കാം, ചില ആളുകൾ അത് കോൺവെക്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് ഓഫ് ദി അക്രോമിയോൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹുക്ക്ഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ആളുകളിലാണ് ഈ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം കൂടുതലായിട്ട് കാണുക. അതായത് ഹുക്ക്ഡ് അക്രോമിയോൺ വരുന്ന സമയത്ത് സബ് അക്രോമിയൽ സ്പേസ് വളരെയധികം കുറയും, അപ്പോൾ കംപ്രഷനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഷേപ്പ് ഓഫ് ദി അക്രോമിയോണിൽ തന്നെ ഹുക്ക്ഡ് ഷേപ്പുള്ള ആളുകളിലാണ് ഈ പറയുന്ന ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പ്രൈമറി കോസസ് ഓഫ് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിൽ ഫസ്റ്റ് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ അക്രോമിയോണിൻ്റെ ഷേപ്പിലുള്ള അബ്നോർമാലിറ്റിയാണ്. അതിൽ തന്നെ ഹുക്ക്ഡ് ഷേപ്പുള്ള ആളുകളിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ദെൻ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റിലെ ഓസ്റ്റിയോഫൈറ്റ്സ്, അതായത് ആർത്രൈറ്റിക് ചേഞ്ചസ് ഉണ്ട്. ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുക ഓവർ ബോണി ഗ്രോത്ത് ആണ് അല്ലേ. അപ്പോൾ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ ഈ പറയുന്ന ഓസ്റ്റിയോഫൈറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന സബാക്രോമിയൽ സ്പേസിലെ കണ്ടൻറ്റിലേക്ക് കംപ്രഷന് കാരണമാവും, അല്ലെങ്കിൽ സബാക്രോമിയൽ സ്പേസ് കുറയുന്നതിന് കാരണമാവും. അപ്പോൾ ഞാൻ എനിക്കൊരു പിക്ചർ കാണിച്ചു തരാം. ഈ പിക്ചറിൽ നോക്കുക. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ആർത്രൈറ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ? ഈ കാണുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോഫൈറ്റ്സ് ആണ്. ഓക്കെ, ഓസ്റ്റിയോഫൈറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മളുടെ സബക്രോമിയൽ ബേഴ്സിനെ കംപ്രസ് ചെയ്യുന്നതാണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്റ്റിയോഫൈറ്റ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സബക്രോമിയൽ സ്പേസിലേക്ക് അത് കംപ്രഷൻ ഉണ്ടാക്കും, അതിലെ കണ്ടൻറ്റിലേക്ക് കംപ്രഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പിന്നെ പ്രൈമറി കോസസിൽ അടുത്തായിട്ട് പറയുന്നത്. മൂന്നാമത്തായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊറാക്കോ അക്രോമിയൽ ലിഗമെൻറ്റ്, അതായത് കൊറാക്കോയിഡ് പ്രോസസ്സിന് അക്രോമിയം പ്രോസസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്. ഈ കൊറാക്കോ അക്രോമിയം, അതായത് നമ്മൾ ഈ സബക്രോമിയൽ സ്പേസിൻ്റെ റൂഫായിട്ട് വരുന്നത് അതാണ്, ഈ കൊറാക്കോ അക്രോമിയൽ ലിഗമെൻറ്റാണ്. ഈ ലിഗമെൻറ്റ് തിക്കുണ്ടാവുക, അതായത് ഫൈബ്രോസിസ് സംഭവിച്ചിട്ട് തിക്കുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ദിസ് വൺ ഈസ് ദ കൊറാക്കോ അക്രോമിയൽ ലിഗമെൻറ്റ്. ഇത് തിക്കാവുകയാണെങ്കിൽ ഈ കാണുന്ന നമ്മളുടെ സ്പേസ് എന്താവും? കുറയും. ഈ സ്പേസാണ് സബക്രോമിയൽ സ്പേസ്. ഈ സ്പേസ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ അതും ഒരു പ്രൈമറി കോസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ സബക്രോമിയൽ ബേഴ്സൈറ്റിസ് ആണ് മറ്റൊരു കാരണം. സബക്രോമിയൽ ബേഴ്സൈറ്റിസ് എന്ന് പറഞ്ഞാൽ സബക്രോമിയൽ ബേഴ്സൊക്കെ ഇൻഫ്ലമേഷൻ വരിക. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ അത് സ്വെല്ലിംഗ് ഉണ്ടാവും, സ്വള്ളനാവും, അവിടെയുള്ള സ്പേസ് കുറയും. അതും നിങ്ങൾക്കൊരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. കെൻ സീ ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ. ഈ പിക്ചറിൽ കാണുന്നില്ല, അതാ ഈ നീല കളറാണ് നമ്മളെ സബക്രോമിയൽ ബേഴ്സ്. അത് സ്വള്ളൺ ബേഴ്സ് കണ്ടില്ലേ? അതായത് എന്താണ് അവിടെ ബേഴ്സൈറ്റിസ് വന്നതാണ്, ഇൻഫ്ലമേഷൻ വന്നിട്ട് ബേഴ്സൽ സ്വെല്ലിങ് വന്നതാണ്. ഓക്കെ, അതും അവിടെ കംപ്രഷൻ കാരണം അതിൻ്റെ അടിയിൽ കിടന്നിട്ട് നമ്മളുടെ ആര് കംപ്രസ്ഡ് ആവുന്നുണ്ട്, നമ്മളുടെ സുപ്രാസ്പൈനേറ്റസ് കംപ്രസ്ഡ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും ഒരു കാരണമാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദീസ് ആർ ദ പ്രൈമറി കോസസ്. പ്രൈമറി കോസസ് എന്തൊക്കെയാണ്? ഹുക്ക്ഡ് അക്രോമിയോൺ, ദെൻ ACA ജോയിൻറ്റ് ഓസ്റ്റിയോഫൈറ്റ്സ്, തിക്കൻഡ് കൊറാക്കോ അക്രോമിയൽ ലിഗമെൻറ്റ്, ദെൻ സബക്രോമിയൽ ബേഴ്സൈറ്റിസ്. പിന്നെ സെക്കൻഡറി കോസസ് ഉണ്ട്, റൊട്ടേറ്റർ കഫ് മസിൽ വീക്ക്നെസ്. ഈ റൊട്ടേറ്റർ കഫ് മസിൽ വീക്ക്നെസ് എങ്ങനെയാണ് ഇതിന് കാരണമാവുന്നത്?
ഈ റൊട്ടേറ്റർ കഫിന് വലിയൊരു റോളുണ്ട്. റൊട്ടേറ്റർ കഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങളുടെ ഡൈനാമിക് സ്റ്റെബിലിറ്റി സ്റ്റാറ്റിക് സ്റ്റെബിലിറ്റി ഓഫ് ഷോൾഡർ ജോയിൻറ്റ് ബയോമെക്കാനിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും റൊട്ടേറ്റർ കഫിന് വലിയൊരു റോളുണ്ട്. ഓക്കെ, അതുമാത്രമല്ലാതെ വേറെ എന്താണ് ഈ പറയുന്ന റൊട്ടേറ്റർ കഫിൻ്റെ റോളിൽ? റൊട്ടേറ്റർ കഫിൻ്റെ റോളെന്ന് പറയുന്നത് ഞാനൊരു പിക്ചർ വെച്ച് പറഞ്ഞുതരാം. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ. ഈ ഒരു പിക്ചർ നോക്കൂ. ഇപ്പോൾ ഷോൾഡർ അബ്ഡക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഷോൾഡർ അബ്ഡക്ഷനിലേക്ക് വരികയാണ്. ഷോൾഡർ അബ്ഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റോയിഡ് മസിൽ ഹുമറസിനെ പിടിച്ച് മുകളിലോട്ട് വലിക്കുകയാണ് അല്ലേ. മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഈ ഹുമറൽ ഹെഡ് പോയിട്ട് കൊറാക്കോ അക്രോമിയൽ ആർച്ചിൽ കുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ഹുമറൽ ഹെഡിൻ്റെ സുപ്പീരിയർ ട്രാൻസ്ലേഷൻ ഉണ്ടാവും. ഓക്കെ, എപ്പം ഷോൾഡർ അബ്ഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റോയിഡിൻ്റെ പുള്ള് കാരണം ഷോ ചെയ്ത പിക്ചർ 1 സെക്കൻഡ്. ഇതാ ഡെൽറ്റോയിഡ് മസിലിൻ്റെ പുള്ള് കാരണം എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? ഇതാ ഈ പറയുന്ന പിന്നെ ഹ്യൂമറൽ ഹെഡ് സുപ്പീരിയർലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ കൊറാക്കോ അക്രോമിയൽ ആർച്ച് കൊണ്ടുവച്ച് കുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാതെ എന്താണ്, അവിടെ ആർത്രോകൈനമാറ്റിക്സ് നടക്കുന്നത് കൊണ്ടാണ്. ആർത്രോകൈനമാറ്റിക്സ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ അബ്ഡക്ഷൻ്റെ സമയത്ത് ഹ്യൂമറൽ ഹെഡ് ഇൻഫീരിയർലി ഗ്ലൈഡ് ചെയ്യും അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ കോൺകേവ് റൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മൊബിലൈസേഷൻ, മിഡ്ലാൻഡ് മൊബിലൈസേഷൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഷോൾഡർ അബ്ഡക്ഷൻ, അതായത് ഷോൾഡർ ജോയിൻറ്റ് ബയോമെക്കാനിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷോൾഡർ അബ്ഡക്ഷൻ്റെ സമയത്ത് നമ്മളുടെ ഹ്യൂമറൽ ഹെഡ് ഇൻഫീരിയർലി ഗ്ലൈഡ് ചെയ്യും എന്നുള്ളത് അല്ലേ. ഇൻഫീരിയർലി ഗ്ലൈഡ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അത് ഈ പറയുന്ന കൊറാക്കോ അക്രോമിയൽ ആർച്ച് കൊണ്ടുവച്ച് ഇങ്ങനെ കുത്തും, സ്റ്റക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സുപ്പീരിയർ ട്രാൻസ്ലേഷൻ ഓഫ് ഹ്യൂമറൽ ഹെഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ റോൾ ആർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റൊട്ടേറ്റർ കഫ് മസിൽസിനുണ്ട് കേട്ടോ. ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹ്യൂമറൽ ഹെഡിനെ താഴോട്ട് പുഷ് ചെയ്യും. ഞാനൊരു ആരോ പോലെ കാണിക്കാതെ താഴോട്ട് പുഷ് ചെയ്യും. സോ ഇതെന്ത് ചെയ്യും? സുപ്പീരിയർ ട്രാൻസ്ലേഷൻ ഓഫ് ഹ്യൂമറൽ ഹെഡിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൊട്ടേറ്റർ കഫ് ആണെങ്കിലേ ആ ഒരു ഫംഗ്ഷൻ നടക്കുള്ളൂ. റൊട്ടേറ്റർ കഫ് മസിൽ വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സുപ്പീരിയർ ട്രാൻസ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൊണ്ടുപോയിട്ട് കൊറാക്കോ അക്രോമിയൽ ആർച്ചിൽ കുത്തും. കൊറാക്കോ അക്രോമിയൽ ആർച്ച് കുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി പോകുന്ന നമ്മളെ സുപ്രാസ്പൈനേറ്റേഴ്സിനും വേഴ്സനെയും കംപ്രസ്ഡ് ആക്കും അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ അതാണ് കേട്ടോ ഈ പറയുന്ന നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. റൊട്ടേറ്റർ കഫ് വീക്ക്നെസ് സെക്കൻഡറി കോസസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സ്കാപ്പുലാർ ഡിസ്കൈനസിസ് ആണ്. സ്കാപ്പുലാർ ഡിസ്കൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാപ്പുലർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്കാപ്പുലാർ സ്റ്റെബിലൈസേഴ്സിൻ്റെ ഇംബാലൻസ് കാരണം സ്കാപ്പുല സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയാണ് സ്കാപ്പുലാർ ഡിസ്കൈനസിസ് എന്ന് പറയും. ഓക്കെ, സ്കാപ്പുല ഓവർ പിന്നെ എന്താണ്, ഇപ്പോൾ നമുക്കറിയാം ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻറ്റിൽ പിന്നെ ഒരു ബ്ലോക്ക് വന്നു, എന്തെങ്കിലും കാരണം. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാപ്പുലോ തൊറാസിക് ജോയിൻറ്റ് കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോൾഡർ പിന്നെ അബ്ഡക്ഷൻ ചെയ്യാനും ഫ്ലെക്ഷൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നൊരവസ്ഥ. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒക്കെ ഒരു പിന്നെ സ്കാപ്പുലാർ മൊബിലിറ്റി കൂടിയൊരു സാഹചര്യം, അതിനാണ് നമ്മൾ സ്കാപ്പുലാർ ഡിസ്കൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻറ്റിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക. ഇപ്പോൾ നമ്മളെ PA ഷോൾഡർ പോലുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ പിന്നെ ഈ സ്കാപ്പുലാർ സ്റ്റെബിലൈസേഴ്സിൻ്റെ ഇംബാലൻസ്, ഈ ഒരു കാരണം. അപ്പോൾ ഈ സ്കാപ്പുലാർ ഡിസ്കൈനസിസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്കാപ്പുലോ ഹ്യൂമറൽ റിതം 2:1 എന്ന് പറയുന്ന ഒരു റേഷ്യോ തന്നെ തെറ്റിപ്പോവും. സാധാരണഗതിയിൽ 2:1 എന്നുള്ളൊരു റേഷ്യോ ആണ് ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻറ്റിൻ്റെയും സ്കാപ്പുലോ തൊറാസിക് ജോയിൻറ്റിൻ്റെയും പിന്നെ കോൺട്രിബ്യൂഷൻ ടു ഷോൾഡർ ജോയിൻറ്റ് മോഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്കാപ്പുലാർ ഡിസ്കൈനസിസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന റേഷ്യോ തെറ്റും. ഓക്കെ, ഒരു ബാലൻസ് ഉണ്ടാവില്ല, സ്കാപ്പുലാർ മൊബിലിറ്റി ചിലപ്പം കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇതും ഒരു കാരണമാണ് നമ്മളുടെ റൊട്ടേറ്റർ കഫ് ഇംപീച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോമിന്. ഓക്കെ, പിന്നെ പുവർ പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൈഫോസിസ് ഉണ്ടെങ്കിൽ കൈഫോട്ടിക് പോസ്ചർ ആണെങ്കിൽ നമ്മളുടെ ഷോൾഡർ പ്രൊട്രൂഡഡ് ആയിരിക്കും. സോ
അത് നമ്മളുടെ പിന്നെ ഷോൾഡർ ജോയിൻറ്റ് മൊബിലിറ്റീനെ കുറയ്ക്കും. സോ ഇതും ഒക്കെ ഒരു കാരണമാണ് നമ്മളുടെ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോമിന്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാരണമാണ് ഗ്ലിനോഹ്യൂമറൽ ജോയിൻറ്റ് ഇൻസ്റ്റബിലിറ്റി. ഇതും ഒരു റീസണാണ്. സോ ദീസ് ആർ ദ കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് റൊട്ടേറ്റർ കഫ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം. ഇതിൽ ഹു ആർ ദ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ്, ആരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്? അതിൽ വരുന്ന പെയിൻറ്റേഴ്സ്, സ്വിമ്മേഴ്സ്, വോളിബോൾ പ്ലേയേഴ്സ്, ടെന്നീസ് പ്ലേയേഴ്സ്, വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഇവരിലൊക്കെ ഇത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? ഈ പറയുന്ന ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം ഉള്ളവർക്ക് ഒന്നാമത് ഷോൾഡർ പെയിൻ ഉണ്ടാവും. എപ്പോഴാണ് അധികം ഓവർ ഹെഡ് ആക്ടിവിറ്റി 90 ഡിഗ്രീൻ്റെ മുകളിലോട്ട് വരുന്ന ഫ്ലെക്ഷൻ അല്ലെങ്കിൽ അബ്ഡക്ഷനിലൊക്കെയാണ് പെയിൻ നന്നായിട്ടുണ്ടാകുക. രാത്രി കാലങ്ങളിൽ പെയിൻ ഉണ്ടാവും, മുടി ചീകാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും, ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ പോട്ടെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആർക്കാണ്. പെയിൻഫുൾ ആർക്ക് ഏതാണ്? പെയിൻഫുൾ ആർക്ക്. പെയിൻഫുൾ ആർക്ക് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെയിൻഫുൾ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോൾഡർ അബ്ഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ 60 ഡിഗ്രീൻ്റെയും 120 ഡിഗ്രീൻ്റെ ഇടയിൽ പെയിൻ ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക? പെയിൻഫുൾ ആർക്ക് എന്ന് പറയുക. പെയിൻ ബിറ്റ്വീൻ 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി ഓഫ് ഷോൾഡർ അബ്ഡക്ഷൻ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിക്ചർ നോക്കൂ നിങ്ങൾ. സോ അബ്ഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് 0 to 60 ഡിഗ്രി വരെ നോ പെയിൻ, 60 to 120 ഡിഗ്രി വരെ പെയിൻ ഉണ്ട്. എബവ് 120 ഡിഗ്രി, അത് 120 ഡിഗ്രി 180 ഡിഗ്രിയാണ് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. 120 to 180 വരെ നോ പെയിൻ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പെയിൻഫുൾ ആർക്ക് എന്ന് പറയുക. സോ ദിസ് ഈസ് ദ ക്ലാസിക്കൽ ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് വാട്ട്? ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടാണതോ, ഇത് എക്സാമിന് വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. സോ പെയിൻഫുൾ ആർക്ക്, പെയിൻ ബിറ്റ്വീൻ 16 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി ഓഫ് ഷോൾഡർ അബ്ഡക്ഷൻ ഓർത്ത് വെക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നീർ ക്ലാസിഫിക്കേഷനാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് 1 എന്ന് പറയുന്നത് 25 വയസ്സിന് താഴെയാണ് കാണുക. അവരിൽ എഡിമ ഉണ്ടാവും, ഹെമറേജ് ഉണ്ടാവും, പക്ഷേ ഇറ്റ്സ് റിവേഴ്സിബിൾ. നിങ്ങൾക്ക് അത് സെൽഫ് ലിമിറ്റിങ്, അത് തന്നെ ചിലപ്പം മാറിക്കോളും. രണ്ടാമത്തെ തരം സ്റ്റേജ് 2 ആണ് 25-40 വയസ്സിൻ്റെ ഇടയിലാണ് ആൾക്കാരിലാണ് അധികം കാണപ്പെടുന്നത്. അവിടെ ടെൻഡിനൈറ്റിസ് ഉണ്ടാവാം, സുപ്രാസ്പൈനൈറ്റിസ് ടെൻഡൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഫൈബ്രോസിസ്, അത് ഫൈബ്രോസ്ഡ് ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടിഷ്യൂ ഭയങ്കര ഹാർഡറാവാം. ടിഷ്യൂ ടെക്സ്ചർ തന്നെ മാറിയിട്ട് ഭയങ്കര തിക്കായി മാറാം, ഹാർഡറായിട്ട് മാറാം. ഈ പറയുന്ന കൊറാക്കോ അക്രോമിയൽ ലിഗമെൻറ്റിൻ്റെയും അതേപോലെ നമ്മളെ സുപ്രാസ്പൈനൈറ്റിസ് ടെൻഡനും ഒക്കെ എന്താവാം, ഭയങ്കര ഹാർഡറായിട്ട് മാറും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് 40 ഇയേഴ്സിലാണ് അധികം കാണപ്പെടുന്നത്. അവർക്ക് ഇത് കുറച്ചുകൂടി ഇതാണ്. അപ്പോൾ സ്റ്റേജ് 2 ആണെങ്കിൽ അത് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഫിസിയോതെറാപ്പി പോലുള്ള മാനേജ്മെൻറ്റുകൾ, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റുകളൊക്കെ, മെഡിക്കൽ മാനേജ്മെൻറ്റുകളൊക്കെ ആവശ്യമായിട്ട് വരും. സ്റ്റേജ് 3 എന്ന് പറയുമ്പം എബോവ് 40 ഇയേഴ്സിലാണ്. അത് പലപ്പോഴും റൊട്ടേറ്റർ കഫ് ടിയർ ആയിട്ടുണ്ടാവാം. ഈ സ്റ്റേജ് 3 റൊട്ടേറ്റർ കഫ് പൊട്ടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവിടെ ആർത്തൈറ്റിക് ചേഞ്ചസ് ഉണ്ടാവും, ഓസ്റ്റിയോഫൈറ്റ്സ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ റൊട്ടേറ്റർ കഫ് ടിയർ ഉള്ളതുകൊണ്ട് എന്തായാലും അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും സർജറി വേണ്ടി വരും, മേ റിക്വയർ സർജറി. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സ്റ്റേജ് 1 എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്, എഡിമ ഉണ്ടാവാം, ഹെമറേജ് ഉണ്ടാവും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ടെൻഡിനൈറ്റിസും ഫൈബ്രോസിസും ഉണ്ടാവാം. 25 മുതൽ 40 വയസ്സ് വരെയാണ് കാണുന്നത്. സ്റ്റേജ് 1 25 വയസ്സ് താഴെയാണ് കാണുന്നത്. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ എബോവ് 40 ഇയേഴ്സിലാണ് കാണുന്നത്. അവിടെ റൊട്ടേറ്റർ കഫ് ടിയർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ അങ്ങനെ വരാം, ഏത് നിയർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം, റൊട്ടേറ്റർ കഫ് ടിയർ ഏത് സ്റ്റേജിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പറയണം ഏത് സ്റ്റേജാണ്. എബോവ് 40 ഇയേഴ്സിൽ കാണപ്പെടുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 3. അത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇനി അടുത്ത് സ്പെഷ്യൽ ടെസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോൾഡറിൻ്റെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടെസ്റ്റുകൾ. അതിലൊന്നെന്ന് പറയുന്നത് നീർ ടെസ്റ്റാണ്. നീർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നീർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഷോൾഡർ ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഫ്ലെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അബ്ഡക്ഷൻ ചെയ്യുക. ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം പെട്ടെന്ന് ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് എബവ് 90 ഡിഗ്രി എത്തുന്ന സമയത്ത് പേഷ്യൻറ്റ് പെയിന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇംപീച്ച്മെൻറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അതിനാണ് നമ്മൾ നീർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുക. രണ്ടാമതാണ് ഹോക്കിൻസ് കെന്നഡി ടെസ്റ്റാണ്. അതും ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നീർ ടെസ്റ്റാണ്. ഹോക്കിൻസ് കെന്നഡി ടെസ്റ്റ് ഉപയോഗിക്കും ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് എന്താണ് ചെയ്യുന്നത്, ഷോൾഡർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഷോൾഡർ ഫ്ലെക്സ് ചെയ്ത്, എൽബോ ഫ്ലെക്സ് ചെയ്ത്
എക്സാമിനർ സഡൻലി ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്യും. ഷോൾഡർ സഡൻലി ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിന് പെയിൻ വരും. ദാറ്റ് മീൻസ് അവിടെ ഇംപിഞ്ച്മെൻറ്റ് ഉണ്ടാവാം. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഹോക്കിൻസ് കെന്നഡി ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ. ദെൻ മൂന്നാമത് പറഞ്ഞാൽ എംപ്റ്റി ക്യാൻ ടെസ്റ്റാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. എന്തിനാണ്? സുപ്രാസ്പൈനേറ്റസ് ടെൻഡനെ പിന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സുപ്രാസ്പൈനേറ്റസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ അറിയാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്ത് വെക്കുക. എംപ്റ്റി ക്യാൻ ടെസ്റ്റ് എല്ലാവരും റിമെമ്പർ ചെയ്ത് വെക്കുക. ഓക്കെ. എല്ലാ ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ദിസ് വൺ കാരണം എന്തുകൊണ്ടാണ്? സുപ്രാസ്പൈനേറ്റസ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റഡ് ടെൻഡൻ അല്ലേ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിൽ. ഓക്കെ. അപ്പോൾ അത് ആരും മറന്നു വേണ്ട. എംപ്റ്റി ക്യാൻ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ തമ്പ് താഴോട്ട് വരുന്ന പൊസിഷനിൽ വെക്കുക, അതായത് ഷോൾഡർ ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക. പിന്നെ ഏത് പ്ലെയിനിലാണ് വെക്കേണ്ടത്? സ്കാപ്പുലാർ പ്ലെയിനിലാണ് വെക്കുക. എന്നിട്ട് എക്സാമിനർ താഴോട്ട് പുഷ് ചെയ്യുക. പേഷ്യൻ്റ് ട്രൈ ടു പുഷ് എഗെയിൻസ്റ്റ് ദ പിന്നെ പുഷ് ഓഫ് എക്സാമിനർ. ഓക്കെ. അപ്പോൾ പേഷ്യൻറ്റിന് പെയിന് വരാം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പോഴാണ് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുക. ദാറ്റ് മീൻസ് എന്ത് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം? നമ്മളുടെ സുപ്രാസ്പൈനേറ്റസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ടെസ്റ്റ് ആരും മറന്നു പോയത്. ആ ടെസ്റ്റിൻ്റെ പേരാണ് എംപ്റ്റി ക്യാൻ ടെസ്റ്റ്. എംപ്റ്റി ക്യാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക, എളുപ്പത്തിൽ ഓർത്ത് വെക്കുക. എന്താ ഓർത്ത് വെക്കാനുള്ള വഴി എന്താണ്? നമ്മളുടെ തമ്പ് താഴോട്ടാണ്, കുപ്പി താഴോട്ട്, കുപ്പിയുടെ അടപ്പ് താഴോട്ട് പിന്നെ പിടിക്കുന്ന രീതിയിൽ, വെള്ളം പുറത്തേക്ക് ഒഴിച്ച് കളയുന്ന രീതിയിലാണ് നമ്മൾ കൈ വെക്കുന്നത്. ഓക്കെ. ക്യാൻ എംപ്റ്റി ആക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതാണ്. ദെൻ അടുത്തത് പറഞ്ഞാൽ ഡ്രോപ്പ് ആം ടെസ്റ്റാണ്. ഡ്രോപ്പ് ആം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റർ കഫ് ടിയർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുക? പേഷ്യൻ്റെ 90 ഡിഗ്രിയിൽ ഷോൾഡർ അബ്ഡക്റ്റ് ചെയ്ത് പിടിക്കാൻ പറയുക, എന്നിട്ട് സ്ലോലി താത്തുവാൻ പറയുക, താഴോട്ട് കൺട്രോൾ ചെയ്ത് താത്താൻ പറയുക. പക്ഷേ റൊട്ടേറ്റർ കഫ് ടിയറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് താത്താൻ പറ്റില്ല. പിന്നെ ഷോൾഡർ പെട്ടെന്ന് ഡ്രോപ്പ് ഡൗൺ ആവും, പെട്ടെന്ന് കൈ താഴോട്ട് വീണു. ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കൈ അങ്ങ് താന്ന് വീണു. കാരണം എന്താണ്? റൊട്ടേറ്റർ കഫ് ടിയർ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോപ്പ് ആം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡ്രോപ്പ് ആം ടെസ്റ്റ് ഫോർ റൊട്ടേറ്റർ കഫ് ടിയർ. ദെൻ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിഫ്റ്റ് ഓഫ് ടെസ്റ്റാണ്. ലിഫ്റ്റ് ഓഫ് ടെസ്റ്റ് ആണ് സബ്സ്കാപ്പുലാരിസിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്താണ്? കൈ പിന്നിലോട്ട് വെക്കും, ശേഷം തെറാപ്പിസ്റ്റ് പിന്നെ റെസിസ്റ്റൻസ് കൊടുത്ത് പേഷ്യൻറ്റിനോട് ലിഫ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ സബ്സ്കാപ്പുലാരിസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് അത് ചെയ്യാൻ പറ്റില്ല, പെയിനും വീക്ക്നെസ്സും അനുഭവപ്പെടും. സോ ദിസ് ഈസ് കോൾഡ് ലിഫ്റ്റ് ഓഫ് ടെസ്റ്റ്, which is used to detect the സബ്സ്കാപ്പുലാരിസ് മസിൽ ഇൻവോൾവ്മെൻറ്റ്. അതാണ് നമ്മൾ ലിഫ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റൊട്ടേഷൻ ലാഗ് സൈൻ ആണ്. എക്സ്റ്റേണൽ റൊട്ടേഷൻ ലാഗ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ എൽബോ ഫ്ലെക്സ് ചെയ്തിട്ട് എക്സ്റ്റേണലി റൊട്ടേറ്റഡ് പൊസിഷനിൽ എക്സാമിനർ പിടിക്കും. ഇതിൽ പേഷ്യൻറ്റിനോട് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ പറയും. ഏത് പൊസിഷനിൽ? എക്സ്റ്റേണലി റൊട്ടേറ്റഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ പറയും. പക്ഷേ പേഷ്യൻറ്റിന് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ആംഗുലാർ ഡ്രോപ്പ് ഉണ്ടാവും, ഇനബിലിറ്റി ടു ഹോൾഡ് ദാറ്റ് പൊസിഷൻ. എന്തുണ്ടെങ്കിൽ നമ്മളുടെ പിന്നെ ഇൻഫ്രാസ്പൈനേറ്റസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ കനോട്ട് ഹോൾഡ് ദ പൊസിഷൻ ഓഫ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ആർക്ക്? പേഷ്യൻറ്റിന്. ഓക്കെ. സോ ദിസ് ഈസ് ദ എക്സ്റ്റേണൽ റൊട്ടേഷൻ ലാഗ് സൈൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിൽ ഇതൊക്കെ എന്തിനാണ്? പെക്ടോറൈസ് മൈനർ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുന്നത്? പോസ്റ്റർ കറക്ഷനൊക്കെ. അത് കൈഫോട്ടിക് പോസ്റ്റർ, ഷോൾഡർ പ്രൊട്രൂഡർ പോസ്റ്റർ എന്നൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, മസിൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്ത് പോസ്റ്റർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഒമാൻ മെഡിക്കൽ OMSB എന്നാണ്, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് എക്സാം. ഓക്കെ. അതിൽ ഏറ്റവും കൂടുതൽ വരാൻ ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോസ്റ്റ് കോമൺലി എഫക്റ്റഡ് ടെൻഡൻ ഏതാണ്? സുപ്രാസ്പൈനേറ്റസ് ആണ്. പെയിൻഫുൾ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 16 to 120 ഡിഗ്രി ഷോൾഡർ അബ്ഡക്ഷനിൽ പെയിൻ ഉണ്ടാവും. ദെൻ ഏറ്റവും കൂടുതൽ പിന്നെ ഷോൾഡർ അബ്ഡക്ഷൻ ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന മസിൽ ഏതാണ്? സുപ്രാസ്പൈനേറ്റസ് ആണ്. ഇംപിഞ്ച്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? നീർ ടെസ്റ്റും ഉണ്ട്, ഹോക്കിൻസ് കെന്നഡി ടെസ്റ്റും ഉണ്ട് അല്ലേ. ദെൻ സുപ്രാസ്പൈനേറ്റസ് ഇൻവോൾവ്മെൻറ്റ് നോക്കുന്ന എംപ്റ്റി കാൻ. ഡ്രോപ്പ് ആം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റർ കഫ് ടിയർ. ലിഫ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് സബ്സ്കാപ്പുലാരിസ് ഇൻവോൾവ്മെൻറ്റ്. ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഇതെല്ലാവരും ഇപ്പം തന്നെ തലയിൽ ബൈഹാർട്ടായിട്ട് വെച്ചോട്ടോ, മറന്നു പോകരുത്, മരിച്ചാലും മറക്കരുത്. ഓക്കെ. ദെൻ ഇനി ഞാൻ ഒരു നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ നോക്കാം, MCQ നോക്കാം, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ് ഷോൾഡർ പെയിൻ വൈൽ റീച്ചിങ് ഓവർ ഹെഡ്. പെയിൻ ഈസ് മോസ്റ്റ് സിവിയർ ബിറ്റ്വീൻ 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി ഓഫ് ഷോൾഡർ അബ്ഡക്ഷൻ. പറയേണ്ട ആവശ്യമുണ്ടോ? പറയൂ. ഏതാണ്? ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം. ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിൻ്റെ ക്ലാസിക്കൽ ക്ലിനിക്കൽ ഫീച്ചറാണ് ഏത്? ഓക്കെ. വിച്ച് ഈസ് എ ക്ലാസിക് ക്ലിനിക്കൽ ഫീച്ചർ ഓഫ്
സബക്രോമിയൽ ഇംപീച്ച്മെൻറ്റ്, അതാണ് നമ്മളുടെ പെയിൻഫുൾ ആർക്ക് സിൻഡ്രോം. എന്താണ്? പെയിൻ ഒക്വർ ഡ്യൂറിങ് ദ 16 to 120 degree ഓഫ് അബ്ഡക്ഷൻ. ഓക്കെ, സോ അതാണ്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ മറ്റൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ അതിൽ നിന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ തന്നെ ആൻസർ പറയുക, അല്ലെങ്കിൽ ഞാൻ പറയാം. വിച്ച് റൊട്ടേറ്റർ കഫ് ടെൻഡൻ ഈസ് മോസ്റ്റ് കോമൺലി എഫക്റ്റഡ് ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം? ഓർത്ത് നോക്കൂ, പറ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. ഏതാണ്? സുപ്രാസ്പൈനേറ്റസ്. വിച്ച് സ്പെഷ്യൽ ടെസ്റ്റ് അസസ് സുപ്രാസ്പൈനേറ്റസ് ഫംഗ്ഷൻ? സുപ്രാസ്പൈനേറ്റസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നോക്കുന്ന ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്താൽ എന്താണ്? MT CAN ടെസ്റ്റ്. ഓർമ്മല്ലേ? തമ്പ് താഴോട്ട് വെച്ചിട്ടുള്ള ടെസ്റ്റ് അല്ലേ? സ്കാപ്പുലർ പ്ലെയിനിൽ വെച്ചിട്ട് ഷോൾഡർ ഇൻറ്റേർണലി റൊട്ടേറ്റഡ് ചെയ്ത് വെച്ചിട്ട് തമ്പ് താഴോട്ടുള്ള പൊസിഷനിൽ വെക്കുക. സ്കാപ്പുലർ പ്ലെയിനിൽ എക്സാമിനർ താഴോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ഓർമ്മല്ലേ? വിച്ച് സ്റ്റേജ് ഓഫ് നിയർ ക്ലാസിഫിക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് റൊട്ടേറ്റർ കഫ് TS? ഇത് ഞാൻ ഓൾറെഡി എനിക്ക് പറഞ്ഞു തന്നാണ് അല്ലേ? ഞാൻ നിയർ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൊട്ടേറ്റർ കഫ് ടിയർ വരുന്ന ഏതാണ്? 3 സ്റ്റേജാണ് ഉള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ 25 വയസ്സ് താഴെയാണ്. അവിടെ എന്താണ് ഉണ്ടാവുക? ഹെമറേജ് ഉണ്ടാവാം, എഡിമ ഉണ്ടാവാം, പക്ഷേ റിവേഴ്സിബിളാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? നിയർ ക്ലാസിഫിക്കേഷൻ ഓർത്ത് നോക്കൂ. സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫൈബ്രോസിസ് ഉണ്ടാവാം, ടെൻഡിനൈറ്റിസ് ഉണ്ടാവാം. 25-40 വയസ്സിലാണ്. ഇത് സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ എബവ് 40 ഇയേഴ്സിലാണ്. അവിടെയാണ് റൊട്ടേറ്റർ കഫ് ടിയർ ഉണ്ടാവുക. സർജറി ആവശ്യമായിട്ട് വരും. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? വിച്ച് സ്റ്റേജ് ഓഫ് നിയർ ക്ലാസിഫിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് റൊട്ടേറ്റർ കഫ് ടിയേഴ്സ്? സംശയം എന്താ? സ്റ്റേജ് 3 എബവ് 40 ഇയേഴ്സിലാണ് അധികം കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ വിച്ച് മസിൽ ഇനീഷ്യേറ്റ് ദ ഫസ്റ്റ് 15 ഡിഗ്രി ഷോൾഡർ അബ്ഡക്ഷൻ? ഏതാണ്? സുപ്രാസ്പൈനേറ്റസ്. സുപ്രാസ്പൈനേറ്റസ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റഡ് ടെൻഡൻ ഇൻ ദി ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം. അത് ഓർത്ത് വെക്കുക. വിച്ച് സ്പെഷ്യൽ ടെസ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഡിറ്റക്ട് സബക്രോമിയൽ ഇംപീച്ച്മെൻറ്റ്? ഏതാണ് സബക്രോമിയൽ ഇംപീച്ച്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് 2 ടെസ്റ്റ് ഉണ്ട്. നിയർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, വോക്കിൻസ് കെന്നഡി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോമൺലി യൂസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? നിയർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. ഷോൾഡറിൽ ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാമിനർ സഡൻലി ഫ്ലക്ഷൻ ചെയ്യും. 90 ഡിഗ്രി എബവ് 90 ഡിഗ്രി എത്തുമ്പോൾ പേഷ്യൻറ്റിന് പെയിൻ വരും. അതാണ് നിയർ ഇംപീച്ച്മെൻറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഷോൾഡർ ഇംപീച്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് വരും കേട്ടോ. ഇപ്പം തന്നെ അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഷോൾഡർ ഇംപീച്ച്മെൻറ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഓക്കെ, സോ ഇതുപോലെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ. ഓക്കെ, അപ്പം പഠിച്ചത് മനോഹരം. ഇനി പഠിക്കാൻ പോകുന്ന അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി. ഗുഡ് ബൈ.